ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പോൾ കാര്യങ്ങൾ ചൂടുപിടിക്കുകയാണ്. പല ടീമുകളും നീക്കങ്ങൾ സജീവമാക്കി തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഇൻ്റർനാഷണലായ രാഹുൽ ബേക്കയെ മോഹൻ ബഗാൻ സ്വന്തമാക്കി കഴിഞ്ഞു എന്ന സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 1 വർഷത്തെ ഡീലിലാണ് രാഹുൽ ബേക്കെ ഇപ്പോൾ മോഹൻ ബഗാനിൽ എത്തിയിട്ടുള്ളത്. മാർക്കസ് മെർഗുലാവോ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു സീനിയർ താരമാണ് രാഹുൽ ബേക്കെ. അദ്ദേഹമാണ് ഇപ്പോൾ മോഹൻ ബഗാനിൽ എത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് അത് പ്രംവീറിന്റെ കാര്യത്തിലാണ്. അതായത് പ്രംവീർ സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി മോഹൻ ബഗാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പഞ്ചാബിന് വേണ്ടി സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന യുവ പ്രതിഭയാണ് പ്രംവീർ സിംഗ്. എല്ലാവരും കരുതിയത് അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് പോകും എന്നുള്ളതായിരുന്നു. പക്ഷെ ചെറിയ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയാണ് എന്ന അപ്ഡേറ്റ് ആണ് ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് മാർക്കസ് ആദ്യം പറഞ്ഞത് പ്രംവീറിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം ആശിഷ് നേഗിയാണ് പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഫൈറ്റിൽ വിജയിച്ചു കഴിഞ്ഞു. പ്രംവീർ മോഹൻ ബഗാനെ തഴഞ്ഞുകൊണ്ട് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. ബഗാനിൽ പോയാൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം പ്രംവീർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത്. ഇനി മാർക്കസ് മെർഗുലാവോയോട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ ഉണ്ടോ എന്ന് ഒരു ആരാധകൻ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി മാർക്കസ് നൽകിയിട്ടുണ്ട്. അതായത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് കോൺക്രീറ്റ് ആയിക്കൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിലെ നീക്കങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും കേൾക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്ന ഒരു മറുപടിയാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും പഞ്ചാബും ബാക്കിയുള്ള ക്ലബ്ബുകളും ഒക്കെ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ സജീവമായി തുടങ്ങി. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല, അത്തരത്തിലുള്ള ഒരു കേട്ടുകേൾവി തനിക്കില്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പരിശീലകനായ ആഷ്ലി വെസ്റ്റ്വുഡിന് ഒരു ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അത് സ്വീകരിക്കുമോ തള്ളിക്കളയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഫാളുവിന്റെ കോൺട്രാക്ട് പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട്, പക്ഷെ ഓഫർ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഇല്ല. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇതുവരെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചില സോഴ്സുകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.